നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ബയോളജി, മനുഷ്യ ശരീരം, മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. കണ്ണ് കാഴ്ചയ്ക്കുള്ള ഇന്ദ്രിയമാണ് കണ്ണ്. കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ നേത്രകോടരത്തിൽ. കണ്ണിലെ കാവൽക്കാർ കൺപോളകളാണ്. കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് സ്ക്ലീറ, ദൃഢപടലം. കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റിന, ദൃഷ്ടിപടലം. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റിന. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദു, യെല്ലോ സ്പോട്ട്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു, യെല്ലോ സ്പോട്ട്. റെറ്റിനയിലെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗം അന്ധബിന്ദു, ബ്ലാക്ക് സ്പോട്ടാണ്. കണ്ണിൻ്റെ ലെൻസിന് മുമ്പിൽ മറ പോലെ കാണപ്പെടുന്ന ഭാഗം ഐറിസ്. ഭാഗമാണ് ഐറിസ്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് കൃഷ്ണമണി. പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുന്നു. കണ്ണിൻ്റെ മുൻഭാഗത്ത് വൃത്താകൃതിയിൽ കാണുന്ന ഗ്ലാസ് പോലെ സുതാര്യതയുള്ള ഭാഗമാണ് കോർണിയ. സുതാര്യമായുള്ള ഭാഗമാണ് കോർണിയ. കണ്ണിലെ ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയ. കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറ. ലെൻസിന് പുറകിൽ കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ. വിട്രിയസ് അറ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്നു. വിട്രിയസ് അറയിലെ അർദ്ധഖരാവസ്ഥയിലുള്ള പദാർത്ഥം വിട്രിയസ് ദ്രവം, സ്ഫടികദ്രവം. ഐറിസിനും കോർണിയയ്ക്കും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ സീലിയറി പേശികൾ. കൺഭിത്തിയിലെ മധ്യഭാഗമാണ് രക്തപടലം. കണ്ണിലെ കലകൾ ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം അക്വസ് ദ്രവം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. വസ്തുക്കളെ കറുപ്പായും വെളുപ്പായും കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളാണ് റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം. റോഡുകളിലെ വർണ്ണവസ്തു റെഡോപ്സിൻ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ. ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റെഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനാൽ.
കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ. പൂച്ച, നായ എന്നിവയുടെ കണ്ണുകളിൽ രാത്രിയിൽ തിളങ്ങാൻ കാരണം അവയുടെ കണ്ണുകളിൽ ടാപിറ്റം എന്ന പ്രതിഫലനശേഷിയുള്ള പാളി ഉള്ളതിനാൽ. പൂച്ച, നായ എന്നിവയുടെ കണ്ണുകൾ രാത്രിയിൽ തിളങ്ങാൻ കാരണം അവയുടെ കണ്ണുകളിൽ ടാപിറ്റം എന്ന പ്രതിഫലനശേഷിയുള്ള പാളി ഉള്ളതിനാലാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിലടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്ലാൻഡ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്ലാൻഡ്. കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്ക്. കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്ക്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം സിങ്ക്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം സിങ്ക്. കണ്ണിൻ്റെ വിഷമതകളും പരിഹാര ലെൻസുകളും. ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസ്, അവതല ലെൻസ്. ഹ്രസ്വദൃഷ്ടിക്ക് വരുന്നത് കോൺകേവ് ലെൻസാണ്. ദീർഘദൃഷ്ടിക്ക് കോൺവെക്സ് ലെൻസ്, ഉത്തല ലെൻസ്. ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസ്, ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസ്, വിഷമദൃഷ്ടി സിലിണ്ടറിക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിക്കും ദീർഘദൃഷ്ടിക്കും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. കണ്ണിലെ ലെൻസ് ബൈഫോക്കോൺ ലെൻസ്, ബൈഫോക്കോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസ് ബൈഫോക്കോൺവെക്സ് ലെൻസ്. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് പീതബിന്ദുവിൽ. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീരുണ്ടാകുന്നത് ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോൾ. വ്യക്തമായ കാഴ്ചാശക്തിക്കുള്ള ശരിയായ അകലം 25 സെൻറ്റിമീറ്റർ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുമ്പിൽ. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നത്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്തത് ദീർഘദൃഷ്ടി, അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാത്തത് ഹ്രസ്വദൃഷ്ടി. ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നത്. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ വിഷമദൃഷ്ടി. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥ ഗ്ലൂക്കോമ. കോർണിയയും കൺജങ്ക്റ്റൈവയും ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. കോർണിയയും കൺജങ്ക്റ്റൈവയും ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥ സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ രോഗത്തിന് കാരണം ജീവകം എയുടെ അപര്യാപ്തത. കണ്ണിലെ പേശികളുടെ സമനിതല ചലനം സാധ്യമാകാതിരിക്കുന്ന അവസ്ഥയാണ് കോങ്കണ്ണ്. നേത്രവരണത്തിനുണ്ടാകുന്ന അണുബാധ ചെങ്കൺ. നേത്രവരണത്തിനുണ്ടാകുന്ന അണുബാധ ചെങ്കണ്ണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വർണ്ണാന്ധത. വർണ്ണാന്ധതയുള്ളവരിൽ തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പ്, പച്ച. വർണ്ണാന്ധതയുടെ മറ്റൊരു പേര് ഡാൾട്ടനിസം. ആദ്യമായി വർണ്ണാന്ധതയെക്കുറിച്ച് വിശദീകരിച്ചത് റോബർട്ട് ബോയിൽ. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ
കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥ നിശാന്തത. നിശാന്തതയ്ക്ക് കാരണം ജീവകം എ. നിശാന്തതയ്ക്ക് കാരണം ജീവകം എയുടെ അപര്യാപ്തത. സമഞ്ജനക്ഷമത പവർ ഓഫ് അക്കോമഡേഷൻ. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരമനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത. വീക്ഷണക്ഷമത പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥ വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നത് തിമിരം. ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ശുശ്രുതൻ. ട്രക്കാമോ രോഗം ബാധിക്കുന്ന അവയവം കണ്ണ്. ട്രക്കാമോ രോഗം ബാധിക്കുന്ന അവയവം കണ്ണ്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥ എക്സോഫ്താൽമോസ്. മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺവെക്സ് കോശങ്ങളുടെ അപര്യാപ്തത. മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തത. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗം കോർണിയ. നേത്രപടലം. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗം കോർണിയ. ലോകത്തിലെ ആദ്യത്തെ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വേർഡ് കൊണാഡ് സിം. 1905 ഡിസംബർ 7 ഓസ്ട്രിയ. സ്നെല്ലഡ്സ് ചാർട്ട് ഉപയോഗിക്കുന്നത് കാഴ്ച ശക്തി പരിശോധിക്കാൻ. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. സ്നെല്ലൻസ് ചാർട്ട് ഉപയോഗിക്കുന്നത് കാഴ്ചശക്തി പരിശോധിക്കാൻ. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. കെരാറ്റോപ്ലാസി ശരീരത്തിൻ്റെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കണ്ണ്. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് കെരാറ്റോപ്ലാസി. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് കെരാറ്റോപ്ലാസി. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഫ്താൽമോസ്കോപ്പ്. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഫ്താൽമോസ്കോപ്പ്. മനുഷ്യനേത്രത്തിലെ കോർണിയയിൽ പുതിയതായി കണ്ടുപിടിച്ച പാളി ധുവപാളി. ധുവപാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഹർമിന്ദർ സിംഗ് ധുവ. അടുത്ത ജ്ഞാനേന്ദ്രിയം ചെവി. ശരീരത്തിൻ്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. ശരീരത്തിൻ്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ചെവി. ചെവിയുടെ 3 പ്രധാന ഭാഗങ്ങൾ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണമാണ് ചെവിയുടെ പ്രധാന 3 ഭാഗങ്ങൾ. മധ്യകർണത്തിലെ അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പീസ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി മാലിയസ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഇൻകസ്. കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിൻ്റെ അസ്ഥിയാണ് സ്റ്റെപ്പീസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ ചെവിക്കുട, കർണനാളം, കർണപടം. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ ചെവിക്കുട, കർണനാളം, കർണപടം. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യുസ്റ്റേക്കിയൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യൂസ്റ്റേക്കിയൻ നാളി. യൂസ്റ്റേക്കിയൻ നാളി ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ ചെവി, തൊണ്ട. ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങളാണ് കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, ക്ലോക്കിയ, അർദ്ധവൃത്തകാര.
വൃത്താകാര. വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പ് തരികളാണ് ഓട്ടോലിത്ത്. ശരീരത്തിലെ ചലനം മൂലം ചലിക്കുന്നത് ഓട്ടോലിത്ത്. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിഭാഗം കോക്ലിയ. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിഭാഗമാണ് കോക്ലിയ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ പെരിലിംഫ്, എൻഡോലിംഫ് എന്നിവ. ചെവിക്കുള്ളിലെ സവിശേഷ ഗ്രന്ഥികളായ മെഴുക് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് കർണനാളത്തിൽ. ചെവിക്കുള്ളിലെ സവിശേഷ ഗ്രന്ഥികളായ മെഴുക് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് കർണനാളത്തിൽ. മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ഓവർ വിൻഡോ. ചെവി, മൂക്ക്, തൊണ്ട, ENT എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോലാരിങ്കോളജി. ഓട്ടോലാരിങ്കോളജി ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. അടുത്ത ജ്ഞാനേന്ദ്രിയം നാവ്. വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗമാണ് സ്വാദ് മുകുളങ്ങൾ. നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ പാപ്പില്ലകൾ. സ്വാദ് മുഖങ്ങൾ കാണപ്പെടുന്നത് പാപ്പില്ലകളിൽ. സ്വാദ് മുകുളങ്ങൾ കാണപ്പെടുന്നത് പാപ്പില്ലകളിൽ. പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് മധുരം, കയ്പ്, പുളി, ഉപ്പ്. മധുരത്തിന് കാരണമാകുന്ന സ്വാദ് മുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ മുകൾ ഭാഗത്ത്. പുളിക്കും എരിവിനും കാരണമാകുന്ന സ്വാദ് മുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഇരുവശങ്ങളിൽ. കയ്പിന് കാരണമാകുന്ന സ്വാദ് മുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഉൾവശത്താണ്. നാക്കിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഹൈപ്പോഗ്ലോസൽ നാഡി. നാക്കിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. രുചി, മുഖഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട നാഡി ഫേഷ്യൽ നെർവ്. നാക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ഫിഫ് ടങ്. അടുത്ത ജ്ഞാനേന്ദ്രിയം മൂക്ക്. ഗന്ധം അറിയാനുള്ള ഇന്ദ്രിയമാണ് മൂക്ക്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മൂക്കിലെ ഗ്രന്ഥഗ്രാഹികൾ. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അനോസ്മിയ. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി ഓഫ് ഫാക്ടറി നെർവ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ്. അടുത്ത ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവമാണ് ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ത്വക്ക്. ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദനങ്ങൾ സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന. ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി അതിചർമ്മം. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ് മെലാമിൻ. അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് മെലാമിനാണ്. അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തിനെ സംരക്ഷിക്കുന്നത് മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ. മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകൾ അരിമ്പാറ. ത്വക്കിൻ്റെ വിസർജന ഗ്രന്ഥികൾ സ്വേദഗ്രന്ഥികൾ, സെബേഷ്യസ് ഗ്രന്ഥികൾ. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം. അരിമ്പാറയ്ക്ക് കാരണം വൈറസ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടന്നു വീഴുന്ന രോഗം സോറിയാസിസ്. സീബം ഉൽപ്പാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥികളാണ്. ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ എക്സിമ, സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, കാൻഡിഡൈസിസ്, മെലനോവ, പാണ്ട് എന്നിവ. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി
പുതിയതാകാൻ എത്ര കാലമെടുക്കും? 30 ദിവസം. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലമെടുക്കും? 30 ദിവസം.